വിവാഹമോ? ആരുടെ? സിദ്ധുവിൻ്റെയോ? നീ ഇതെന്തൊക്കെ പിച്ചും വീഴ പറയുന്നത്? അമ്മയുടെ ശബ്ദത്തിലുള്ള ഗൗരവം മനസ്സിലായതും സിദ്ധു പതിയെ ഉള്ളിലേക്ക് വലിയാൻ ശ്രമിച്ചു. സിദ്ധു, നീ എങ്ങോട്ടാ? അമ്മയുടെ വിളിയിൽ സിദ്ധു പിന്നെ ഒരടി അനങ്ങിയില്ല. അവൻ അമ്മയ്ക്കരികിലേക്ക് തന്നെ വന്നു. എന്താ ഏട്ടൻ പറയുന്നത്? നിന്റെ വിവാഹമോ? അതും എന്നെ അറിയിക്കാതെ? അവരുടെ വാക്കുകളിലെ ഗൗരവം അവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്താ ഓപ്പ ഞാൻ ഈ കേൾക്കുന്നത്? ഓപ്പ അറിയാതെയാണോ ഇവൻ? ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കൂ പീതാംബര? നീ ഇവിടെ വന്നിത് പറയുമ്പോഴാണ് ഞാൻ തന്നെ കാര്യം അറിയുന്നത്. ഞാൻ ഈ കേട്ട കാര്യം സത്യമാണോ സിദ്ധു? അവർ വീണ്ടും ചോദ്യം ആവർത്തിച്ചതും അവൻ എന്തു പറഞ്ഞ് അമ്മയെ മനസ്സിലാക്കണമെന്നൊരു പിടിയും കിട്ടിയില്ല. കാരണം താൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തി അറിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ അമ്മ അടിച്ചിറക്കും. അത് അമ്മേ, ഞാൻ... സിദ്ധു, നിന്റെ ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. സത്യമായി ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. എൻ്റെ മോൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നോട് ചോദിക്കാൻ ചെയ്യാൻ മാത്രമായോ എന്നൊന്നും എനിക്കറിയണമല്ലോ. അവരിൽ സിദ്ധുവിനോടുള്ള അമർഷവും നീരസവും ഒരുപോലെ നിറഞ്ഞു. അമ്മ അങ്ങനൊന്നുമല്ല. ഞാൻ അമ്മയോട് ചോദിക്കാതെ ഒന്നും ചെയ്യുകയില്ല. ഞാൻ നിനക്ക് അന്യനാണോടാ? എന്നോട് പോലും പറയാതിരിക്കാൻ മാത്രം. നിന്റെ ഏതെങ്കിലും കാര്യത്തിന് ഞാൻ ഇന്നുവരെ എതിര് നിന്നിട്ടുണ്ടോ? അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവരിൽ അരിശം നിറഞ്ഞിരുന്നു. അവനോടിങ്ങനെ ചാടിക്കടിക്കാതെ ഓപ്പേ. ഇപ്പോഴുള്ള പിള്ളേരുടെ കാര്യമൊക്കെ ഇങ്ങനെ തന്നെയാണ്. കെട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കൊച്ചുവായി നമ്മളറിയും. ഇതിപ്പോൾ അതൊന്നും ഉണ്ടായില്ലല്ലോ, അതിനു മുന്നേ അറിഞ്ഞില്ലേ? എന്നാലും എൻ്റെ സിദ്ധു ഞങ്ങളോടൊന്നും ഒരു സൂചന പോലും നൽകാതെ ആദ്യം പെങ്ങളോടും പിന്നെ സിദ്ധുവിനോടുമായി അയാൾ പറഞ്ഞു. മാമേ, ഞാനെന്ത് കൊച്ചുകുട്ടി വലുതാണോ? എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പക്വതയും പ്രാപ്തിയും എല്ലാം എനിക്കുണ്ട്. അതില്ലെങ്കിൽ ഞാൻ ഒരു കമ്പ്യൂട്ടർ MD സ്ഥാനത്തിരിക്കില്ലല്ലോ. അമ്മാവിൻ്റെ സംസാരത്തിൽ അവന് ചെറുകനെ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അത് ഞങ്ങൾക്കെല്ലാം അറിയാടാ. അതുകൊണ്ടാണല്ലോ ഇനിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നത്. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ അവസാന വാക്കെന്ന പോലെ പറഞ്ഞതും സിദ്ധു കാര്യമറിയാനായി അമ്മയെ തന്നെ ശ്രദ്ധിച്ചു. എനിക്ക് നാളെ തന്നെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയെ പോയി കാണണം. അമ്മേ, അവരുടെ വാക്കുകളിലെ ദൃഢത തിരിച്ചറിഞ്ഞതും അവൻ അറിയാതെ വിളിച്ചുപോയി. ഉമ്മറത്ത് തന്നെ ഓരോ ആലോചനയും മുഴുകിയിരിക്കുകയാണ് വൈക. നാളെ കഴിഞ്ഞാൽ താൻ ഒരുവിൻ്റെ ഭാര്യയാണ്. ഒരു മുൻപരിചയവുമില്ലാത്ത ഒരാളുടെ, അതും ഒരു കരാറിൻ്റെ പേരിൽ. എല്ലാം ഉൾക്കൊള്ളാൻ മനസ്സിനെ പാകപ്പെടുത്തിയേ മതിയാവൂ. താനായി തീരുമാനിച്ചതാണ്. ഇനി അതിൽ നിന്ന് പിന്നോട്ടടി വെക്കാനും സാധ്യമല്ല. ചേച്ചി എന്താ ആലോചിക്കുന്നത്? വീൽ ചെയർ പതിയെ ഉരുട്ടിക്കൊണ്ട് തനു അവിടേക്ക് വന്നു. തനുവിൻ്റെ ശബ്ദം വൈകിയുടെ ചിന്തകളെ പാടെ മുറിച്ചു കളഞ്ഞു. അവളൊരു പുഞ്ചിരിയോടെ തനുവിനെ നോക്കിയപ്പോഴേക്കും അവൾ അരികിലെത്തിക്കഴിഞ്ഞിരുന്നു. എൻ്റെ വിച്ചേച്ചിയുടെ മനസ്സിൽ എന്തോ വലിയ സങ്കടമുണ്ട്, എനിക്കറിയാം. വൈകിയുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് തനു പറഞ്ഞതും അവളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ വൈക നോട്ടം മാറ്റി. എനിക്ക് ഒന്നേ അറിയാനുള്ളൂ വിച്ചേച്ചി, ഒരു ചോദ്യം എന്നോണം തനു പറഞ്ഞതും വൈക അവളെ നോക്കി. അമ്മയും ഏട്ടനും പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്? ഇല്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന്. തനു പറഞ്ഞു വരുന്ന എന്താമെന്ന് അറിയാമായതിട്ടും വൈകി ഒന്നും മനസ്സിലാവാത്തതുപോലെ അവളെ നോക്കി. എൻ്റെ വിച്ചേച്ചി നാളെ കഴിഞ്ഞാൽ ഏതോ പണക്കാരൻ്റെ ഭാര്യയാവും പോവുകയാണെന്ന്, അതും കാശിനു വേണ്ടി. തനുവിൻ്റെ നാവിൽ നിന്നും അടർന്നു വീണ വാക്കുകളിൽ വൈകിയുടെ നെഞ്ചൊന്നാളി. ആരറിയരുതെന്ന് താൻ ആഗ്രഹിച്ചുവോ അവൾ തന്നെ അറിഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടിയാണെങ്കിൽ എൻ്റെ വിച്ചേച്ചി ഇതിനു വേണ്ടി തുനിയണ്ട. എൻ്റെ ചേച്ചിയുടെ ജീവിതം ഈടുകൊടുത്തിട്ട് ഈ തനുവിനൊരു ജീവിതം വേണ്ട. ചേച്ചി വാങ്ങിച്ച കാശ് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തരും. ഇനി ചേച്ചിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞോളാം. തനു പറഞ്ഞു നിർത്തിയതും മുറ്റത്തൊരു കാർ വലിയ ശബ്ദത്തിൽ ഹോൺ മുഴക്കിക്കൊണ്ട് വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. വൈകി പതിയെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് വന്നു നിന്ന കാറിലേക്ക് ആരാണെന്ന് പോലെ ഉറ്റുനോക്കി. അതിൽ നിന്നും ബ്ലാക്ക് ഷർട്ടും പാൻറ്റും അതിനു മുകളിൽ ബ്ലാക്ക് ഷ്രഗും ഇട്ട് സൺഗ്ലാസും വെച്ചിറങ്ങുന്ന ആളെ കണ്ടതും കൈലാസത്തിൽ സിദ്ധാർത്ഥൻ. വൈകിയുടെ പിന്നിൽ നിന്നും ഓടിപ്പിടിച്ച് അങ്ങോട്ടെത്തി ചിറ്റ പറഞ്ഞതും അവളുടെ ഹൃദയം അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അതിൻ്റെ ഉച്ചസ്ഥായിൽ മിടിച്ചു തുടങ്ങി. കാറിൽ നിന്നും സിദ്ധാർത്ഥ് ഗൗരവത്തോടെ ഇറങ്ങി മുഖത്തുള്ള സൺഗ്ലാസ് മാറ്റി തൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ ഒന്ന് കണ്ണു കുറുക്കി നോക്കി. ആ നോട്ടം വൈകിയിലെത്തിയതും ഒരു പുച്ഛം അവനിൽ നിറഞ്ഞു. അത് വേഗം മനസ്സിലാക്കിയ വൈകിയ പൊടുന്നനെ അവനിൽ നിന്നും അവൻ്റെ മുഖത്തുള്ളതിനേക്കാൾ കൂടുതൽ പുച്ഛത്തിൽ മുഖം തിരിച്ചു കളഞ്ഞു. സിദ്ധു ഡോർ അടച്ചുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നുകൊണ്ട് ഡോറ് തുറന്ന് അമ്മയെ എടുത്തപ്പോഴേക്കും അമ്മയുടെ കൂടെ സഹായത്തിന് നിൽക്കുന്ന ചേച്ചി വേഗം ഡിക്കിയിൽ നിന്നും വീൽ ചെയർ എടുത്ത് സിദ്ധുവിനരികിൽ കൊണ്ടുവച്ചതും സിദ്ധു അമ്മയെ പതിയെ അതിലേക്കിരുത്തി. വൈക അവൻ്റെ പ്രവൃത്തികളെല്ലാം
വീക്ഷിച്ചു. വീൽചെയറിലിരിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ അമ്മയായിരിക്കുമെന്ന് അവരുടെ ശരീരഘടനയിൽ നിന്ന് അവൾ മനസ്സിലാക്കി. സിദ്ധാർത്ഥ് വീൽചെയർ ഉരുട്ടി ഉമ്മറത്തെ കോലായിലേക്ക് കയറ്റി. ചിറ്റ മുഖത്ത് വരുത്തി തീർത്ത ചിരിയോടെ അവർക്കരികിൽ വന്നു നിന്നതും സിദ്ധാർത്ഥിൻ്റെ അമ്മയും മര്യാദയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് ചിറ്റയെയും ശേഷം ഇത്തിരി മാറി നിൽക്കുന്ന വൈകയെയും നോക്കി. ഞങ്ങളെ മനസ്സിലായോ? ചിരിയോടെയുള്ള സിദ്ധുവിൻ്റെ അമ്മയുടെ ചോദ്യത്തിൽ ചിറ്റ പറയാൻ മുട്ടി നിൽക്കും പോലെ മറുപടി കൊടുത്തു. പിന്നെ മനസ്സിലാകാതെ? കൈലാസത്തിൽ സേതുലക്ഷ്മി അമ്മയെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? ഞങ്ങൾ വന്നത്... എന്താണ് പേര്? എൻ്റെ പേര് അമ്പിളി. അമ്പിളിക്ക് ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? മോള് വല്ലതും പറഞ്ഞോ? ചോദ്യം ചിറ്റയോടായിരുന്നെങ്കിലും നോട്ടം വൈകിക്ക് നേരെയായിരുന്നു. ഓ, ഇവളെന്ത് പറയാൻ? ഞാനവിടെ പെറ്റതള്ളയൊന്നും അല്ലല്ലോ. അത്രയൊക്കെ മതിയെന്ന് കരുതി കാണും. അവിടെയും ഇവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ സിദ്ധാർത്ഥൻ സാറ് കൊടുത്തതായിരിക്കാം കുറച്ച് ചിറ്റേ. വൈകിയുടെ വിളിയിൽ അവർ പറയാൻ വന്നത് പാതി വഴിയിൽ നിർത്തി. അവരുടെ വായിൽ നിന്നും അരുതാത്തത് എന്തെങ്കിലും വീഴുമോ എന്നവൾ ഒരു വേള ഭയന്നു. സിദ്ധുവിൻ്റെ മനസ്സിലും അതുതന്നെയായിരുന്നു. കാശിൻ്റെ കാര്യമെങ്ങാനും അമ്മയെ അറിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് സിദ്ധു അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്നറിയാം. അന്ന് ഒപ്പിട്ട് പൈസയും വാങ്ങിച്ച് പോരും നേരം വീട്ടുകാരെക്കുറിച്ചും ചോദിച്ചില്ല. അല്ലെങ്കിലും അതിൻ്റെ ആവശ്യം എന്താണെന്നായിരുന്നു അപ്പോൾ മനസ്സിൽ. അതുകൊണ്ടൊക്കെ തന്നെ സംസാരവും അതിനനുസരിച്ചേ പറ്റൂ. തൻ്റെ കയ്യിൽ നിന്നും ഒരു പിഴവ് വരാൻ പാടില്ല. വൈഗയുടെ ചിന്തയിൽ അതെല്ലാമായിരുന്നു. എല്ലാവരുടെയും നോട്ടം അവൾക്ക് നേരെയായി. വൈഗ സിദ്ധുവിനെ ഒന്ന് നോക്കി സേതുലക്ഷ്മി അമ്മയ്ക്കരികിലേക്ക് ചുവടുകൾ വെച്ചു. അരികിൽ വന്ന് അവരുടെ വീൽ ചെയറിനരികിൽ മുട്ടുകുത്തിയിരുന്നു. അമ്മേ, അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല. എന്നാലും എൻ്റെ അമ്മയോളം പ്രായമുള്ള നിങ്ങളെ അങ്ങനെ വിളിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ചിറ്റയോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിനെക്കുറിച്ചൊന്നും ചിറ്റയ്ക്കറിയില്ല. സേതുലക്ഷ്മി അമ്മ തൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന തുളസിക്കതിരിൻ്റെ നൈർമല്യമുള്ള പെൺകുട്ടിയെ കണ്ണിൽ നിറഞ്ഞ തിളക്കത്തോടെ നോക്കി. എന്തിനോ വേണ്ടി അവരുടെ മിഴികളിൽ ഒരു നീർത്തിളക്കമുണ്ടായി. എൻ്റെ സിദ്ധുവിൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. അവളുടെ മുഖത്തോടെ ഒന്ന് തഴുകി അവർ വാത്സല്യത്തോടെ പറഞ്ഞു. എന്തു തന്നെയായാലും മക്കളെ, ഞങ്ങൾ വീട്ടുകാരോട് ചോദിക്കാതെ ഇങ്ങനെ തീരുമാനം എടുത്ത് ശരിയായില്ല. കുറ്റപ്പെടുത്തും പോലെ സേതുലക്ഷ്മി അമ്മ പറഞ്ഞതും ഇനി അങ്ങോട്ട് ഈ അമ്മയെ കൂടെ താൻ വഞ്ചിക്കുകയാണല്ലോ എന്നോർത്തുകൊണ്ട് അവളുടെ ഉള്ളു നേറി. അവളുടെ നോട്ടം സിദ്ധുവിൻ്റെ നേരെയായി. വൈഗ തന്നെ മുഖമുയർത്തി നോക്കുന്നത് കണ്ടതും അവൻ മുഖം തിരിച്ചു. അവനെ നോക്കണ്ട കുട്ടി. അവനല്ല അമ്മയോട് പറഞ്ഞത്. ഇന്നലെ ഈ നേരം വരെ അവൻ എന്നോട് നിങ്ങൾ രണ്ടും ആരും അറിയാതെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞത് എൻ്റെ ആങ്ങള പറഞ്ഞിട്ടാ. അവൻ്റെ മകൻ സന്ദീപും ഇവനും വലിയ കൂട്ടാ. അങ്ങനെ അറിഞ്ഞതായിരിക്കാം അവൻ. അവളുടെ നോട്ടം കണ്ട് സേതുലക്ഷ്മിയമ്മ പറഞ്ഞതും വൈഗ അവരെ നോക്കി. ഇനി എന്തായാലും നിങ്ങൾ നാളെ കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്കത് 4 ആളെ അറിയിച്ചുകൊണ്ട് നടത്താം. എന്താ അമ്പിളി? അതല്ലേ അതിന് ശരി? അത് തന്നെയാ സേതുലക്ഷ്മിയമ്മ ശരി. നമ്മളെ കൊണ്ട് വലിയ കല്യാണമൊന്നും കൂട്ടിയാൽ കൂടില്ലെങ്കിലും 4 ആൾക്ക് സദ്യ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. വൈകി നൽകിയ പൈസ മനസ്സിൽ കണ്ടിട്ടായിരുന്നു ചിറ്റയെ അങ്ങനെ പറഞ്ഞത്. അതൊന്നും വേണ്ട, ചെലവുകളെല്ലാം ഞങ്ങൾ നോക്കോളാം. അതിനെക്കുറിച്ചൊന്നും അമ്പിളി പേടിക്കണ്ട. മോളെയും കൊണ്ട് സമയത്തിന് അമ്പലത്തിലെത്തിയാൽ മതി. സേതുലക്ഷ്മി അമ്മ പുഞ്ചിരി കൈവിടാതെ പറഞ്ഞു. എന്താ സിദ്ധു, നിനക്കെതിരെ അഭിപ്രായം വല്ലതും ഉണ്ടോ? ഗൗരവത്തോടെയുള്ള ചോദ്യത്തിൽ സിദ്ധു ഇല്ലെന്നതുപോലെ അമർത്തിയൊന്ന് മൂളി. എങ്കിൽ ഞങ്ങൾ ഇറങ്ങിയ അപ്പോൾ എല്ലാം പറഞ്ഞോരെ. സേതുലക്ഷ്മി അമ്മ എല്ലാം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സിദ്ധുവിനെ നേരെ നോക്കി. അയ്യോ, ചായയൊന്നും കുടിക്കാതെ? അത് ഇനി ആവാലോ അമ്പിളി. ഇപ്പം ഇറങ്ങട്ടെ. അവർ പോകാൻ തുനിയുകയാണെന്ന് കണ്ടതും അമ്പിളി വേഗത്തിൽ പറഞ്ഞു. വൈക വേഗം സേതുലക്ഷ്മിക്ക് അരികിൽ നിന്നും എഴുന്നേറ്റു. പോട്ടെ മോളെ, ഇനി അമ്പലത്തിൽ വെച്ച് കാണാം. നാളെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാമായി സിദ്ധുവിനെ പറഞ്ഞു വിടാം. മടിയൊന്നും കൂടാതെ വാങ്ങിച്ചോണം. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവർ പറഞ്ഞതും അവരെ കബളിപ്പിക്കുന്നതോർത്ത് അവൾക്ക് വല്ലായ്മ തോന്നി. അവൾ വെറുതെയൊന്ന് മൂളിയതേയുള്ളൂ. സിദ്ധു അമ്മയും കൊണ്ട് കാറിനരികിലേക്ക് പോയി. അവിടെ എത്തിയതും സിദ്ധു അമ്മയെ ഡോറ് തുറന്നു വെച്ച് കാറിനുള്ളിലേക്ക് ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് കാറിൻ്റെ ഡോറടച്ചു. അമ്മയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വൈകയും അമ്മായിയും തനുവും നിൽക്കുന്നിടത്തേക്ക് നടന്നു. വൈക, പ്ലീസ് കം, അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് കുറച്ചപ്പുറേ കാണുന്ന മരച്ചുവട് ലക്ഷ്യം വെച്ച് നടന്നു. അവൻ എന്താണ് പറയാനുള്ളത് എന്നറിയാനായി അവളും. എൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ റാണിയായി വാഴാമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങോട്ട് എഴുന്നള്ളണ്ട മോള്. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അവൾ അരികിലെത്തിയെന്ന് കണ്ടതും അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും ഈ വൈകിക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഇല്ല സർ. ആർക്കും ഒരു ശല്യവാദി ജീവിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ സാറിനോട് പൈസ വാങ്ങിച്ചത് കൊണ്ട് സാറിനൊരു ധാരണ ഉണ്ടാവും.
കാശിനു വേണ്ടി എന്തും ചെയ്യുന്നവളാണ് ഈ വൈഗയെന്ന്. പക്ഷേ ഇതെല്ലാം വൈഗ ചെയ്യുന്നത് ഗതികേട് കൊണ്ടാണ്. ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ അത്രയ്ക്കും നിലനിൽപ്പില്ലാത്തതുകൊണ്ട്. പതിഞ്ഞതെങ്കിലും ദൃഢമായ ശബ്ദം. അവൻ അവളെ ഒന്ന് നോക്കി. തൻ്റെ ജീവിതകഥയൊന്നും എനിക്കറിയണ്ട. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചാൽ ബാക്കി പൈസ അപ്പോൾ തരും. അതിനുള്ളിൽ തനിക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും എന്നോട് പറയാം, ഒരു മടിയും കൂടാതെ. പക്ഷേ എനിക്കൊരു കണ്ടീഷനേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ഭംഗിയായി ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യം അവസാനിച്ചിട്ടല്ലാതെ എൻ്റെ അരികിൽ നിന്നും എവിടേക്കും പോകാൻ തനിക്ക് അനുവാദമില്ല. മനസ്സിലായല്ലോ? അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിർത്തിയതും അവളൊന്ന് മൂളി. അതിലുണ്ടായിരുന്നു അവളുടെ നിസ്സഹായ അവസ്ഥ. അവളുടെ മിഴിക്കോണിൽ ഒരു നീർത്തുള്ളി പൊടിഞ്ഞു. നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ഒരിക്കലും എൻ്റെ അമ്മ അറിയരുത്. അവൻ കാറിലിരുന്ന് തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്ന അമ്മയും ഉമ്മറത്ത് നിൽക്കുന്ന വൈഗയുടെ ചിറ്റയും ഒന്ന് നോക്കി അവളോട് പറഞ്ഞു, എൻ്റെ വായിൽ നിന്നും സാറിൻ്റെ അമ്മയെന്നല്ല ആരും അറിയില്ല. അവളുടെ തിരിഞ്ഞുനോട്ടവും അവരിലേക്കായി. എങ്കിൽ മിസ് വൈഗാലക്ഷ്മി മിസ്സിസ് സിദ്ധാർത്ഥനാവാൻ തയ്യാറായിക്കൊള്ളൂ. അവനൊരു ഗൂഢമായ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഗ്ലാസ് എടുത്തു വെച്ചു. സർ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. അവൻ എന്താണെന്നതുപോലെ അവളെ നോക്കി. മിസ്സിസ് സിദ്ധാർത്ഥാവാനല്ല എൻ്റെ വരവ്, മറിച്ച് കൈലാസത്തിൽ സിദ്ധാർത്ഥിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ്. ആരോട് ചോദിച്ചിട്ടാണ് നീ എന്നെ മുറി കയറിയത്? വൈഗയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സിദ്ധു അലറി. കൈത്തുടയിൽ പിടിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായി വേദനയെടുത്തു. അവൾ അവനിലെ പിടിയയക്കാനായി കിണഞ്ഞ് ശ്രമിച്ചു. വിട്ടാൻ! എന്നാൽ അവളുടെ വാക്കുകളൊന്നും അവൻ്റെ ചെവിയിൽ കൊണ്ടില്ല. അവൻ അവളുടെ കൈ തൻ്റെ കൈകൾ കൊണ്ട് അമർത്തി ഞെരുക്കി. നിന്നോടാണ് ഞാൻ ചോദിച്ചത്, എന്തിനാ എന്നെ മുറി കയറിയെന്ന്? അവൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും ചുവന്ന കണ്ണുകളുമായി അവൾ അവനെ തുറച്ചു നോക്കി. പുറയടിപ്പുല്ലേ? അവൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കയ്യിലെ പിടിമുറുക്കി. അവൻ്റെ കൈയുടെ മുറുക്കത്തിനനുസരിച്ച് അവളുടെ വേദനയുടെ ആഴവും കൂടി. ഞാൻ അമ്മ പറഞ്ഞു ഇതാണ് മുറിയെന്ന് അവൾ വേദനയ്ക്കിടയിലും പറഞ്ഞൊപ്പിച്ചു. നീ ആരെന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യുമോ? പ്ലീസ് സർ. ഇപ്പോൾ സാറിനോട് തർക്കിച്ച് നിൽക്കാൻ മാത്രമുള്ള മാനസിക വ്യവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് പ്ലീസ്, ഞാൻ ഈ മുറി കയറിയതാണ് സാറിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ കയറില്ല. കൈന്ന് വിടൂ. അവളുടെ ശബ്ദം ദയനീയമായിരുന്നു. അത് കേട്ടതും അവൻ്റെ കൈ അയഞ്ഞു. അല്ലെങ്കിൽ എല്ലാം കൂടി ആലോചിച്ച് ആകെ ക്ഷീണിച്ച പോലെയാണ് വൈഗ. അതിനു പുറമെയാണ് സിദ്ധുവിൻ്റെ പ്രഹസനം കൂടി. ഇപ്പോൾ ഇറങ്ങിക്കോണം. എൻ്റെ സമ്മതമില്ലാതെ ഇനി എൻ്റെ മുറി കയറിയ വൈകി പിന്നെ അവിടെ ഒരു നിമിഷവും നിൽക്കാതെ പുറത്തിറക്കി ഇറങ്ങി. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ പുറത്തിറങ്ങിയതും അവൾക്കു പിന്നിൽ അവൻ ആ വാതിൽ കൊട്ടിയടച്ചു. സിദ്ധു നെറ്റിയിൽ കൈവച്ചമർത്തി തിരുമ്മി തൻ്റെ ദേഷ്യത്തെ അടക്കി നിർത്താൻ ശ്രമിച്ചു. അവളെ പെട്ടെന്ന് മുറിയിൽ കണ്ടപ്പോൾ കൈവിട്ടുപോയതാണ്. വേണമെന്ന് വിചാരിച്ചിട്ടല്ല. തൻ്റെ സയേഷ ഇരിക്കേണ്ട സ്ഥാനത്ത് വൈകിയിരിക്കുന്നത് കണ്ടപ്പോൾ എന്തോ തനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സയേഷ, തൻ്റെ പ്രണയം, നമുക്കിടയിൽ നീ പറഞ്ഞ തടസ്സങ്ങൾ നീക്കാനുള്ള ആദ്യത്തെ ചുവട് ഞാൻ വെച്ചു കഴിഞ്ഞു സയേഷ. നമുക്കൊരു കുഞ്ഞെന്ന യാഥാർത്ഥ്യത്തിനായി ഞാൻ ഇന്നൊരുവളെ താലി ചാർത്തി. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും വരെ അവളായിരിക്കും എൻ്റെ ഭാര്യ. ഞാൻ നിനക്കരികിലേക്ക് വരും അവളുമായി. അന്ന് അവളുടെ ഉദരത്തിൽ എൻ്റെ കുഞ്ഞുണ്ടാവും. അല്ല, എൻ്റെയല്ല, നമ്മുടെ കുഞ്ഞ്. ഭൂമിയിൽ നമുക്ക് അവകാശിയാകുന്ന നമ്മുടെ കുഞ്ഞ്. ഇന്നായിരുന്നു വൈഗയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം. വൈഗയുടെ ഭാഗത്തു നിന്നും ചിറ്റയും തനുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിദ്ധുവിൻ്റെ ഭാഗത്തു നിന്നും അവൻ്റെ അമ്മയും അമ്മാവനും ഭാര്യയും പിന്നെ 2 കസിൻസും. വേറെ ആരുമില്ല. അവരെല്ലാം കെട്ടുകഴിഞ്ഞതേ അമ്പലത്തിൽ നിന്ന് തന്നെ പിരിഞ്ഞുപോയി.